അഭിലാഷ്, ഇപ്പോൾ പുറത്ത് മാധ്യമങ്ങളോട് അർജുൻ ആയങ്കി പ്രതികരിച്ച് നമ്മൾ കണ്ടു. സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുള്ള, സമൂഹത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലാണല്ലോ. ഇപ്പോൾ കടലിൽ പോയവരെ കിട്ടിയോ എന്ന ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറിപ്പോയിരുന്നത്. ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യലിനെ പറ്റി? സ്മൃതി, നീണ്ട മണിക്കൂറുകൾക്കൂടെ ചോദ്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഈ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ തരത്തിൽ പോലീസ് ബന്ദോബസ്താണ് ഒരുക്കിയിരിക്കുന്നത്. അർജുനെ കൊണ്ടുപോകാനുള്ള വാഹനം ഇവിടെ തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അല്പസമയങ്ങൾക്ക് തന്നെ പുറത്തിറക്കി കൊണ്ടുപോകും. ഈ കണ്ണൂർ കോടതിയിലായിരുന്നു ഹാജരാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് അവധിയായ സാഹചര്യത്തിൽ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടന്നത്. അവിടെയായിരിക്കും ഹാജരാക്കുക എന്നാണ് അറിയുന്നത്. ഏതായാലും നീണ്ട ചോദ്യം ചെയ്യലിൽ അർജുൻ ആയങ്കി യാതൊരു കൂസലുമില്ലാതെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ പുറത്ത് ലൈവ് നൽകുമ്പോൾ ആ കാര്യങ്ങൾ അർജുൻ ആയങ്കി ആസ്വദിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ ഒരു വീരപരിവേഷം തനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയിലാണ് അർജുൻ ആയങ്കി ഇപ്പോഴും ഉള്ളത് എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ പോലീസിനോട് തിരിച്ചും ചോദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. അതായത് കടലിൽ പോയ ആളുകളെ കണ്ടെത്തിയോ എന്നടക്കമുള്ള രാഷ്ട്രീയമായുള്ള ചോദ്യങ്ങൾ കൂടി അർജുൻ ആയങ്കിയുടെ ഭാഗത്ത് ഉയർന്നു വരുന്നു. ഏതായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിലെടുത്തിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ ക്രൈം പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്ക് തന്നെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കും. അവിടെയായിരിക്കും എറണാകുളത്തുള്ള പോലീസ് എത്തുകയും അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യാനാണ് അറിയുന്നത്. ഇവിടുന്ന് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിയതിനു ശേഷം എറണാകുളത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ കണ്ണൂരിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർ അകത്ത് ഇപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായെങ്കിൽ പോലും കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പൂർത്തിയാക്കുന്ന നിലയിലാണ്. പുറത്താണെങ്കിൽ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമോ എന്നടക്കമുള്ള ആശങ്കകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെയോ പൂർണ്ണമായ പിന്തുണ അർജുൻ ആയങ്കിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പാർട്ടി പൂർണ്ണമായും അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില നേതാക്കളെങ്കിലും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ അണികളെങ്കിലും അർജുൻ ആയങ്കിക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. കാരണം അർജുൻ ആയങ്കിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ജനപിന്തുണയാണ് കഴിഞ്ഞ 24 മണിക്കൂറിന് മുന്നിൽ അർജുൻ ആയങ്കി ഇവിടെ മനുഷ്യാവകാശം ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം അർജുൻ ആയങ്കിയെ കണ്ടാലുടൻ വെടിവെക്കാൻ പോലീസ് ഉത്തരവിട്ടു, പോലീസിന് നിർദ്ദേശമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതാണ്. അതിപ്പോൾ IGP വിജയൻ അത് നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. നേരത്തെ രമേശ് ചെന്നിത്തലയും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സഹതാപം ഉണ്ടാക്കാനുള്ള ശ്രമം സമൂഹ മാധ്യമത്തിൽ അർജുൻ ആയങ്കിയുടെ ആരാധകർ, അനുയായികൾ എന്ന് പറയാവുന്ന ചില ആളുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം.